ഏയ്, അശുഭാപ്തി വിശ്വാസി എല്ലാ അവസരങ്ങളിലും ബുദ്ധിമുട്ടുന്നു. എന്നാൽ ശുഭാപ്തി വിശ്വാസം എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കാണുന്നു. അശുഭാപ്തി വിശ്വാസം എന്താണ്? എല്ലാ അവസരങ്ങളിലും ബുദ്ധിമുട്ട് കാണുന്നു. ശുഭാപ്തി വിശ്വാസമോ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കാണുന്നു. അതുകൊണ്ട് നമുക്ക് അശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ അശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ, അവിടെ നമ്മൾ ശുഭാപ്തി വിശ്വാസമാക്കി മാറ്റാനുള്ള ശ്രമം തുടരുക ഇപ്പോൾ തന്നെ. അതുകൊണ്ട് നമുക്ക് നേട്ടമേ ഉണ്ടാകുകയുള്ളൂ. അശുഭാപ്തി വിശ്വാസിയായതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത്? ശുഭപ്രതീക്ഷയുള്ളവൻ, ശുഭാപ്തി വിശ്വാസമുള്ളവൻ എല്ലായ്പ്പോഴും ജീവിതത്തെ സന്തുഷ്ടമാക്കുന്നു. അവന്റെ ജീവിതം തന്നെ ഒരു അവസരമായി അവൻ തിരഞ്ഞെടുക്കുന്നു. അവന്റെ ജീവിതത്തിൽ നടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ നേർവഴിയിൽ മാത്രം സഞ്ചരിക്കുന്നു. തെറ്റായ വഴിയിൽ അവൻ പോകുന്നില്ല. തെറ്റായ രീതിയിൽ അവൻ സഞ്ചരിക്കുന്നില്ല. അവനെ തെറ്റായ രീതിയിൽ, മറ്റൊരു രീതിയിൽ ആർക്കും അവനെ കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല. കാരണം ശുഭാപ്തി വിശ്വാസം അവനുണ്ട്, അശുഭാപ്തി വിശ്വാസമില്ല. അത്തരത്തിലുള്ള ഒരാളാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ചിന്തിച്ചു നോക്കൂ.